ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. ഇന്ന് നമുക്ക് കോട്ടൺ സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാം എന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോഴുള്ള ചെറിയ ചെറിയ ടിപ്സും ഞാൻ പറഞ്ഞു തരുന്നതാണ്. കോട്ടൺ സാരി ഉടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വണ്ണമുള്ളവർ കോട്ടൺ സാരി ഒരിക്കൽ കഴുകിയതിന് ശേഷം അതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് ഒതുക്കി ഉടുക്കാൻ ശ്രമിക്കുക. വണ്ണമുള്ളവർക്കും മെലിഞ്ഞവർക്കും ഒരുപോലെ ഉടുക്കാൻ പറ്റുന്നതാണ് കോട്ടൺ സാരി. പക്ഷേ വണ്ണമുള്ളവർ ഉടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കോട്ടൺ സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാമെന്ന് നോക്കാം. മുന്നത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ പോലെ സാരി ഡ്രേപ്പ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഇതുപോലെ ഒരു കെട്ടിടുക. കെട്ടിട്ട ശേഷം മാക്സിമം വലതുവശത്തേക്ക് സാരിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വലതുവശത്തു നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ ഓരോ ചുറ്റി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചുറ്റിലാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ പ്ലീറ്റ് എടുക്കുകയാണ്. പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ കുടയുമ്പോൾ തന്നെ നമുക്ക് പ്ലീറ്റ് കറക്റ്റായിട്ട് വരുന്നതാണ്. ഇതുപോലെ കുടഞ്ഞിട്ട് പ്ലീറ്റ് ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയ പ്ലീറ്റോ വലിയ പ്ലീറ്റോ എത്ര ടൈപ്പിൽ വേണമെങ്കിൽ നമുക്ക് പ്ലീറ്റ് എടുക്കാം. കോട്ടൺ സാരി കുറച്ച് സ്റ്റിഫായിട്ട് തോന്നിക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലവണ്ണം പ്ലീറ്റ് എടുത്ത് നന്നായിട്ട് തേച്ച് വിടുക. അതായത് ഒന്നുകിൽ അയൺ ചെയ്യുക, അല്ലെങ്കിൽ പ്ലീറ്റ് എടുത്തിട്ട് ഒരു മേശപ്പുറത്ത് വിരിച്ചതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തേച്ച് അതിന് മാക്സിമം നല്ല സ്ട്രെയിറ്റ് ആക്കിയിട്ട് പ്ലീറ്റ് എടുത്ത് ശേഷം ഓരോ പ്ലീറ്റായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഷിഫോൺ, ക്രേപ്പ്, ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് പ്ലീറ്റ് എല്ലാം എടുത്ത് അയൺ ചെയ്യാതെ തന്നെ നമുക്ക് എടുത്തെടുക്കാൻ കഴിയും. പക്ഷേ കോട്ടൺ സിൽക്ക് സാരി, അതായത് കട്ടിയുള്ള പട്ട് സാരികൾ, പിന്നെ അതുപോലത്തെ കട്ടിയുള്ള സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലുകൾ ഉടുത്തെടുക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് തന്നെ കോട്ടൺ ഉൾപ്പെടെയുള്ള സാരികൾ നമ്മൾ ഓൾറെഡി പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് പിൻ ചെയ്ത് വച്ചതിന് ശേഷം ഉടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് ഉടുത്തെടുക്കാൻ കഴിയും. ലോവർ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ബോർഡർ മാക്സിമം വലതുവശത്തേക്ക് നീക്കി പിൻ ചെയ്യുക. മാക്സിമം വലതുവശത്തേക്ക് ഇങ്ങനെ പിടിച്ച ശേഷം പാവാടയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരിക്കലും കറക്റ്റായിട്ട്, അതായത് കുറച്ച് ഷേപ്പ് വെയർ അല്ലാത്ത പാവാട നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സാധാരണ, അതായത് നമ്മുടെ നോർമൽ കോട്ടൺ പാവാടകൾ യൂസ് ചെയ്യുന്ന സമയത്ത് സാരിയുടെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചിട്ട് പിൻ ചെയ്യാൻ നോക്കല്ല. അതായത് സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഈ പോർഷനിൽ നിന്ന് പിടിച്ചിട്ട് പ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം സാരി കറക്റ്റ് ടൈറ്റ് അല്ലാത്തത് കൊണ്ട്, കറക്റ്റ് ടൈറ്റായിട്ട് കിടക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇത് ലൂസായിരിക്കും. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് പിടിച്ചേക്കുന്നത്. അതായത് സ്കേർട്ടിൻ്റെ ഈ പോർഷനിൽ നിന്നാണ് പിടിച്ചത്. പകരം നമ്മൾ ഇവിടെ നിന്ന് വലിക്കുക. ഈ ഭാഗത്തു നിന്ന് ഫ്രണ്ടിലേക്ക് വലിച്ച് ഈ ബോർഡറും കൂടെ ചേർത്തിട്ട് വേണം പിൻ ചെയ്യേണ്ടത്. പിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ലെയർ ഓൾറെഡി ഫോം ചെയ്യും. അതിനെ ലെയറാക്കി എടുക്കാൻ നോക്കുക. എടുത്ത ശേഷം ഒരു പിന്നും കൂടെ കൊടുക്കുക. അതിനുശേഷം പ്ലീറ്റ് എടുക്കുക. ഒരു കൈപ്പത്തിൻ്റെ സ്പേസ് വിട്ട ശേഷം പ്ലീറ്റ് എടുക്കുക. വിട്ട ശേഷം ബെല്ലി ബട്ടൻ്റെ നേരെ സൈഡിലായിട്ടോ നേർഭാഗത്തായിട്ടോ പിൻ ചെയ്യും. ഈ ലോവർ പ്ലീറ്റ് എടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പ്ലീറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഈ രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പ്ലീറ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു പിൻ കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന പിന്നെ ഇവിടെ മൊത്തം കവർ ചെയ്യുന്നില്ല, ഇതിനകത്തുനിന്ന് കയറുന്നില്ലെങ്കിൽ ഈ പോർഷൻ മാറ്റിയിട്ട്
ഈ ഭാഗത്തായിട്ട് കൊടുക്കാം. ഈ ലെയറും നമ്മൾ അകത്ത് പോയിട്ടുള്ള ലെയറും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്യാം. എന്നിട്ട് ഇതിനങ്ങ് വിടാം. ഇപ്പം നമുക്ക് പിൻ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. പിന്നിൻ്റെ ഭാഗങ്ങളൊന്നും പുറത്ത് കാണത്തുമില്ല. ഇവിടെ കാണാൻ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി വേണ്ടത് പ്ലീറ്റ് നമ്മൾ ലെവലിനനുസരിച്ചിട്ട് എടുക്കാമെന്നാണ്. ഇതിപ്പോൾ ലോവർ പ്ലീറ്റ് ആണ്. ലോവർ പ്ലീറ്റ് പിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതുപോലെ ഓരോ പ്ലീറ്റും തള്ളി തള്ളി മുന്നിലേക്ക് വെച്ച് എടുക്കാൻ നോക്കുക. ഇതുപോലെ ഓരോ പ്ലീറ്റും ഫ്രണ്ടിലേക്ക് തള്ളി 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 ഇതേ രീതിയിൽ, ഇതേ പൊസിഷനിൽ കിട്ടുന്ന രീതിയിൽ പ്ലീറ്റ് എടുക്കാൻ നോക്കുക. വരുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് അതേ പൊസിഷനിൽ തന്നെ ഒരുമിച്ച് പിടിച്ച ശേഷം നന്നായിട്ടൊന്ന് മുറുക്കി സ്ട്രെയിറ്റ് ആക്കി വിടുക. അപ്പോൾ നമുക്ക് ഇതേ പൊസിഷനിൽ കിട്ടും. നമ്മൾ കംപ്ലീറ്റ് ഡ്രാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പോർഷനിലൊക്കെ ഒരു ടൈറ്റ് ആയിട്ട് ഇരിക്കാത്തൊരു ഫീല് തോന്നും. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ പുറകുവശം ഇത് അതായത് ഇവിടെ നിന്ന് പുറകിലായിട്ടുള്ള ഭാഗം കൈ കൊണ്ട് ഇതുപോലെ താഴേക്ക് താഴ്ത്തി കൊടുക്കുക. കൈ കൊണ്ട് ഇതുപോലെ താഴേക്ക് ഇങ്ങനെ താഴ്ത്തി വയ്ക്കുക. കൂടെ തന്നെ ഇവിടുത്തെ ഈ പ്ലീറ്റും അറേഞ്ച് ചെയ്ത് വിടുക. അപ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണോ സാരി ഉടുക്കുന്നത് അങ്ങനെയായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പും കാണിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാരി എന്ന് പറയുന്ന വസ്ത്രത്തിൽ വണ്ണമുള്ളവർക്ക് വണ്ണം കുറഞ്ഞും വണ്ണം കുറഞ്ഞവർക്ക് വണ്ണം കൂടിയും കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു വസ്ത്രമേ ഉള്ളൂ. അത് ഈ സാരിയാണ്. നമ്മൾ എങ്ങനെയാണോ സാരി ഉടുക്കുന്നത്, സാരി എത്രത്തോളം പെർഫെക്റ്റായിട്ട് ഉടുക്കുന്നോ, എത്രത്തോളം നീറ്റായിട്ട് ഉടുക്കുന്നോ അത്രത്തോളം നമുക്കും അതേ ഭംഗിയുണ്ടാവും. നോർമലായിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് സാരി ഉടുത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും അയൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത ശേഷം അയൺ ചെയ്ത് ഉപയോഗിക്കുക. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ, അതായത് ലോവർ പ്ലേറ്റിൻ്റെ അളവെടുക്കുന്നതെന്നും എങ്ങനെയാണ് അപ്പർ പ്ലേറ്റിൻ്റെ അളവെടുക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെയാണ് കോട്ടൺ സാരി ഉടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. കോട്ടൺ സാരി അതായത് ഇപ്പോൾ കുറച്ചുകൂടെ സാരി ഡ്രപ്പി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡിമെയ്ഡ് സാരികൾ വരെ കിട്ടുന്ന കാലമാണ്. അപ്പോൾ സാരി ഡ്രൈപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റും, അതായത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉടുത്തെടുക്കാൻ സാധിക്കാത്ത സാരികൾ, അതായത് കുഴഞ്ഞ ടൈപ്പ് സാരികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഉടുത്തെടുക്കാൻ കഴിയും. പക്ഷേ കോട്ടനും കട്ടിയുള്ള പട്ട് സാരികൾ, സ്റ്റോൺ വർക്കൊക്കെ വരുന്ന സാരികളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രൈപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാരികൾ ഉടുക്കാൻ ആഗ്രഹിക്കുന്നവർ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ നമ്മൾ അപ്പർ പ്ലേറ്റ് ലോവർ പ്ലേറ്റൊക്കെ എടുത്തിട്ട് അയൺ ചെയ്ത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുത്തെടുക്കാൻ കഴിയും. നിമിഷ നേരം കൊണ്ട് ഉടുത്തെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ അളവെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. നമ്മൾ കറക്റ്റ് അളവ് കിട്ടുന്നതാണ്. അതായത് ഇവിടെ നിന്ന് താഴേക്കുള്ള മുന്താണിയുടെ നീളം, ഫ്രണ്ടിൽ നമ്മൾ ഇവിടെ ഈ പോർഷൻ സൈഡ് കുത്തിയതിന് ശേഷം ബാക്കി കിടക്കുന്ന ഇത്രയും, അതായത് നമ്മൾ ലോവർ പ്ലേറ്റ് എടുക്കേണ്ട അത്രയും പോർഷനും നമുക്കിപ്പോൾ അതിപ്പോൾ വലിയ പ്ലേറ്റ് ആയിട്ടോ ചെറിയ പ്ലേറ്റ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. അതും അയൺ ചെയ്ത് എടുക്കാനുള്ളത് നിങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡ്രൈപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ദയവായിട്ട് കമൻറ്റ് ഇടുക. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ സാരി ഡ്രാപ്പിങ്ങിൻ്റെ കറക്റ്റായിട്ട് ബിഗിനേഴ്സിന് എങ്ങനെയാണ് സാരി ഉടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ഞാൻ അത് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ മാക്സിമം ടിപ്സും ട്രിക്സും എല്ലാം ഉൾപ്പെടുത്തി ഒരൊറ്റ വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തി തന്നെ ഞാൻ ചെയ്യാൻ നോക്കുന്നതാണ്, ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.